അപ്പൊ ചേച്ചി നമുക്ക് ചേച്ചി ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി പാട്ടൊക്കെ പാടി തന്നു, കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ചേച്ചി വന്നിട്ട് ഇതുവരെ ഗെയിം കളിപ്പിച്ചിട്ടില്ല ഞാൻ. അപ്പൊ നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഇഷ്ടമാണോ ഗെയിംസ് ഒക്കെ? മൊബൈൽ ഗെയിംസ് അല്ല, ഇത് വേറെ അയ്യോ, മൊബൈൽ ഗെയിംസ് ഞാൻ കളിക്കാറേ ഇല്ല. ഐ വാസ് എൻ ആത്ലീറ്റ്, ഐ വാസ് എ റണ്ണർ, ഐ വാസ് എ റീലേ പ്ലേയർ, കൊക്കോ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. ആണോ? അതൊക്കെ ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഇതിലൊക്കെ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലത്തെ ഗെയിമാണോ? അതുപോലത്തെ ഗെയിം നമുക്കിവിടെ പരിമിതികൾ ഉള്ളതുകൊണ്ട് നമ്മൾ അതല്ല. ഇത് നമ്മൾ ഇരുന്നിട്ട് നമ്മളിങ്ങനെ പാട്ടൊക്കെ കേട്ട് അതിൽ നിന്ന് കുറെ ചോദ്യമൊക്കെ ചോദിക്കും. അപ്പൊ അതായത് മ്യൂസിക് റിലേറ്റഡ് ഒരു ഗെയിമാണ്. ചേച്ചി ഒരു നല്ല പാട്ടുകാരിയാണല്ലോ. ഒരു BGM നമ്മള് പ്ലേ ചെയ്യും, അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. ഹൈ ജമ്പും ലോങ് ജമ്പും ഒന്നും വേണ്ട. റെഡി? പറ്റും, ഈസി ആയിട്ട് പറ്റും. ചേച്ചി പാട്ട് അറിയുന്ന പാട്ടുകൾ തന്നെയായിരിക്കും, മലയാളം സോങ്സ് ആയിരിക്കും. ട്രൈ ചെയ്യാം അല്ലേ? അപ്പൊ നമുക്ക് ട്രൈ ചെയ്യാം. ആദ്യത്തെ മ്യൂസിക്. ലേറ്റസ്റ്റ് മാംഗല്യം ബാംഗ്ലൂർ ഡേയ്സ് തുടക്കം. അതിന്റെ തുടക്കം എനിക്കറിയില്ല, പക്ഷെ പച്ചക്കിളിക്കൊരു സംഭവം തന്നെയാണ്. ഉറപ്പാണോ? ബാംഗ്ലൂർ ഡേയ്സ്, മാംഗല്യമുണ്ട്, തന്തുനാനുണ്ട്, നസ്രിയുണ്ട്, ദുൽഖർ ഉണ്ട്. ഇതൊക്കെ സത്യമാണല്ലോ. ചേച്ചിയുണ്ട്. അപ്പൊ കറക്റ്റ് ആണ്. നോക്കാം അതാണോ നോക്കാം. അതന്നെയാ. പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറി വഴിയുള്ള കൂട്, ആ പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറി വഴിയുള്ള കൂട്. അപ്പൊ ഇത് പാടാൻ പറ്റുമോ? ഇപ്പൊ വരി കിട്ടിയോ? ഇല്ല, പാടാൻ ബുദ്ധിമുട്ടാണ്. അതെ, ഐഡന്റിഫൈ ചെയ്തല്ലോ, എന്നോട് പറഞ്ഞതാ. അതെ അല്ല, ഞാൻ കേൾക്കാനുള്ള ഒരു കൊതി കൊണ്ട് ചോദിച്ചതാ. കുഴപ്പമില്ല, അടുത്ത പാട്ട് പാടിയാ മതി. നോക്കാം. പാടിയാ മതിയോ? അറിയുന്ന പാട്ടാണ്. ഒരു ഫസ്റ്റ് ഒരു വരി അങ്ങ് പാടിയേക്ക്. ഞാൻ ഇതൊക്കെ കേട്ടിട്ടുണ്ട്, ഞാൻ പാടാൻ ശ്രമിച്ചിട്ടില്ല. നോക്കാം, അടുത്തത് എളുപ്പമുള്ളതായിരിക്കും. നോക്കാം. മണിച്ചിത്രത്താഴ് ശോഭന ബുക്ക് പഠിക്കുമ്പം പാടുന്ന പാട്ട്, ഊഞ്ഞാലാടുമ്പോ വരിന്നും കൂടി ഒന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ? വരുമില്ല വരുവാനില്ലാരുമീ, അതല്ലേ? അത് തന്നെ അല്ലേ? അത് തന്നെ. നോക്കാം. സംഭവങ്ങളൊക്കെ ഓർമ്മയുണ്ട്, വരികളാണ് നമുക്ക് കിട്ടാത്തത്. ഫസ്റ്റ് കേൾക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിരുന്നു, പക്ഷെ പിന്നെ ഓർക്കണ്ടേ, അത് ഞാൻ ഓർത്തില്ല. കുഴപ്പമില്ല, എന്നാലും ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം, അടുത്ത രണ്ടെണ്ണം കൂടി ഉണ്ട്. കൃഷ്ണകുടിയിലെ പ്രണയകാലം അല്ല, പുതിയ സിനിമയുടെ തന്നെയാണ്. നസ്രിയയുടെ ഒരു സിനിമയാണ്. എനിക്ക് പാട്ടറിയില്ല, അതിലെ സീൻസ് പറഞ്ഞോളൂ കേക്കട്ടെ. നസ്രിയ എന്ത് ചെയ്തു? ഒരു പാട്ടാണ്. ഞാനതില് വൈനാണ്ടിന്നുള്ള ചെയ്തത്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അല്ലേ? അത് നല്ല ഇത് ഉണ്ടാക്കിയിട്ട് വൈൻ ഇങ്ങനെ ഉണ്ടാക്കുന്നു. നല്ലൊരു സീനായിരുന്നു. സെറ്റ് ആണെന്ന് പറയാനേ പറ്റുന്നില്ല, അത്രയ്ക്ക് നന്നായിരുന്നു. അതെ, വൈൻ ആൻറ്റി ഒരു സിനിമയിലെ പാട്ടാണ്. നോക്കാം. കാറ്റുമൂളിയോ such a sweet movie, simple subject ആണ്. നന്നായിട്ട് വിഷ്വൽ ചെയ്തിട്ട് അതും ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടിരിക്കാൻ സുഖമുള്ളൊരു ഫുൾ എക്സ്പീരിയൻസ്. ഒരു ഇതും കൂടി ഉണ്ട്, നോക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ.
ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ക്ലൂ ഇതൊരു തരാമോ? ഇത് കുറച്ച് പഴയ ഒരു സിനിമയാണ്. ഇപ്പോഴത്തെ ഈ പുതിയ നമ്മൾ ഓം ശാന്തി ബാംഗ്ലൂർ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ചേച്ചി അഭിനയിച്ച സിനിമയാണ്. മഞ്ജു വാര്യരുണ്ടല്ലേ? മഞ്ജു വാര്യറാണ്. പിന്നെ ജയറാം ഉണ്ടായിരുന്നു. ജയറാം ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു. മഞ്ജു വാര്യർ ഉണ്ടായിരുന്നു, ജയറാം ഉണ്ടായിരുന്നു, പിന്നെ ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ കൂടെ ആരുണ്ടായിരുന്നു? ബാലചന്ദ്രൻ സാർ ഉണ്ടായിരുന്നു. ആ സിനിമ ഏതാണ്? കൃഷ്ണകുടിയിലെ പ്രണയം. കൃഷ്ണകുടിയിൽ ഒരു ഉണ്ടോ? ഒരു ഇല്ല, ഒരു ഉണ്ട്. കൃഷ്ണകുടിയിൽ ഒരു പ്രണയഗാനം അതിലെ പാട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചേച്ചിക്കും അതല്ലേ തോന്നിയത്? നോക്കാം അതാണോ ഒന്ന് പ്ലേ ചെയ്യാം. അതിന്റെ ഒരു വരി പാടാമോ? ഇത് പാട്ട് കേട്ട് കഴിഞ്ഞ ശേഷം ഞാൻ പാടിയ വൃത്തികേടാവും. അത്ര നല്ല പാട്ടാണ്. And I am a fan of Kamal sir's projection and Manju Warrior's performance and everybody's. അതിൽ വേറൊരു പാട്ട് അത് പാടുവോ? അത് കന്നഡയല്ലേ? സുവൈ സുവൻ കന്നഡയല്ലേ അത്? സുവസുവം അത് മാത്രം കന്നഡയാണ്. സുവൈ സുവന്നില സുവന്നില അത് പാടൂ ചേച്ചി. ഇല്ല വേണ്ട വേണ്ട. ആസു അതേത് ഭാഷയാണ്? ആസു ഏതാണ്? അറിയില്ല. അങ്ങനെ ഒരു ഭാഷ ഇല്ലേ? ഇല്ല. ഞാൻ വിചാരിച്ച കന്നഡയാണെന്നാണ്. ആസു എന്ന് പറയുന്ന ഒരു വാക്കൊന്നും കന്നഡയിലില്ല. ആസു അങ്ങനെ ഇല്ലല്ലേ? അപ്പൊ നമ്മള് വിചാരിച്ച പോലെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും. അടിപൊളി അടിപൊളി എന്ന് പറയുന്നത്. അടേങ്കപ്പ എന്നൊക്കെ പറയുന്നത്. അടേങ്കപ്പ അതിർത്തില്ലേ? അതുപോലെ ആയിരിക്കും ആസു. നമ്മളൊക്കെ വിചാരിക്കാം. എന്തായാലും നന്നായിട്ട് പെർഫോം ചെയ്തു. എല്ലാ പാട്ടുകളും ഐഡന്റിഫൈ ചെയ്തു. അതായിരുന്നു നമ്മുടെ ഗെയിം. അപ്പം മിടുക്കിയായിട്ട് എല്ലാം താങ്ക് യു.